ലോകത്ത് വിമാനത്താവളങ്ങൾ അടച്ചിടുന്നത് യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ എയർപോർട്ട് വർഷത്തിൽ 2 ദിവസം മണിക്കൂറുകൾ മാത്രം അടച്ചിടുന്നുണ്ട്. അത് ലോക വ്യോമയാന ഭൂപടത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അതിനകത്തൊരു കൗതുകം ഒരുപക്ഷെ ഉണ്ടാകും അല്ലേ? കൗതുകം എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് തന്നെ പത്മനാഭദാസന്മാരെന്നാണ്. എന്തുകൊണ്ടാണ് പത്മനാഭ ക്ഷേത്രത്തിൽ ഇത്രയും നിലവറകൾ വന്നത്? ABCD എന്നൊക്കെ പറയുന്ന നിലവറകൾ വന്നത് സ്വത്തെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പത്മനാഭദാസന്മാരായി ഭരിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിനുണ്ടായിരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു വികസനം എടുത്തു കഴിഞ്ഞാൽ വിമാനത്താവളമായാലും പിന്നെ ശ്രീചിത്ര ഹോസ്പിറ്റലുകളായാലും കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് അടക്കമുള്ള ആർട്സ് കോളേജ് പോലുള്ള കോളേജുകളായാലും നിരവധി സ്ഥാപനങ്ങൾ, തൈക്കാട് ഹോസ്പിറ്റൽ അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങളെല്ലാം പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും തുറന്നിട്ടുള്ളത് രാജകുടുംബത്തിൻ്റെ കാലം. 32-ലൊരു കരാറുണ്ടായിരുന്നു. ഈ ശംഖുമുഖത്താണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ശംഖുമുഖത്ത് കൊണ്ടുപോകുമ്പോൾ അത് എയർപോർട്ടിൻ്റെ റൺവേ വഴിയാണ് അതിന് മുമ്പ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. 32-ന് മുമ്പ് എയർപോർട്ട് പണിയുന്നതിന് മുമ്പ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് റൺവേ ആയിട്ട് കിടക്കുന്ന സ്ഥലത്തൂടെയാണ്. അപ്പോൾ ഈ വിഗ്രഹമെല്ലാം കൊണ്ടുപോകുന്നതല്ലേ, ഘോഷയാത്ര പോകുന്നതാണ്. അപ്പോൾ 32-ൽ വിമാനത്താവളം ഉണ്ടായപ്പോഴും ഒരു എഗ്രിമെൻ്റ് ഉണ്ടായി, ഒരു 4 മണിക്കൂർ നിർത്തി വയ്ക്കാം. അപ്പം 4 മണിക്കൂർ റൺവേ അടച്ചു കൊടുക്കും. ഇവരുടെ ഭാഗം മാത്രം തുറന്നിട്ട് ബാക്കി ഭാഗം റൺവേ അടച്ചിട്ട് വിമാനത്തിന് പോകാത്തൊരു വിമാനം പറപ്പിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതിന് സമാനമായിട്ട് ഇന്തോനേഷ്യയിലെ വിമാനത്താവളമായ ബാലിനീസ് ഹിന്ദുക്കളുടെ പുതുവർഷത്തിലും ഇസ്രായേലിലെ ബെൻ ഗരിയോൺ വിമാനത്താവളം ജൂത വിശുദ്ധ ദിനത്തിലും ഫുള്ളായിട്ട് അടച്ചിടും. ഒരു ഫുൾ ഡേ സമയം അവധിയാണ്. അന്ന് അവധി പോലെ അടച്ചിടും. അന്ന് വിമാനം പറക്കത്തില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 32-ൽ വന്നു, ഇപ്പം 100 വർഷത്തോളം അടുക്കാൻ പോകുന്നു. ഇപ്പോൾ 25 7 വർഷം കൂടെ കഴിയുമ്പോൾ 93 വർഷം കൊണ്ട് ഈ ആചാരം അതുപോലെ തന്നെ നമ്മൾ തുടർന്നു കൊണ്ടുപോവുകയാണ്. നല്ല കാര്യങ്ങളാണെങ്കിൽ തുടർന്നുകൊണ്ട് പോകേണ്ട തെറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ രാജാവിൻ്റെ കാലം മുതൽ ആചരിക്കുന്ന ഒരു രീതിയാണത്. അതൊരു കൗതുകമാണ്. ഈ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ വിമാനത്താവളങ്ങളുടെ ചരിത്രത്തിലൊരു കൗതുകമാണ്. ജനാധിപത്യ ഗവൺമെൻറ്റുകൾ വന്നിട്ടും അത് ഭംഗുരം തുടരാൻ അനുവദിക്കുന്നു, യാതൊരു തടസ്സവുമില്ലാതെ എല്ലാ വർഷവും. പക്ഷേ വിമാനത്താവളത്തിൻ്റെ അധികൃതർ സാധാരണ ഒരു കുറേ വർഷം കഴിയുമ്പോൾ വിമാനത്താവളത്തിൻ്റെ അധികൃതർ പറയുന്നത് എന്തായിരിക്കും? ഇതൊരു ശല്യമായി, ഇതൊരു 4 മണിക്കൂർ ഞങ്ങൾക്ക് എന്തോ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു മോശമാണെന്നുള്ള അഭിപ്രായം. പക്ഷേ ഇതൊരു പുണ്യം പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ഒരു നല്ല കാര്യമാണെന്നാണ്, ഒരു അഭിമാന മുഹൂർത്തമാണെന്നാണ് ചീഫ് എയർപോർട്ട് ഓഫീസർ രാഹുൽ ഭട്കോലി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല സൈനാണ്. കാരണം അതിനെ പോസിറ്റീവായിട്ടാണ് അവർ കണ്ടിരിക്കുന്നത്. എഗ്രിമെൻറ്റും വെച്ചിട്ടുണ്ട്. പക്ഷേ ആ എഗ്രിമെൻറ്റ് വേണമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ജനാധിപത്യം വന്ന സ്ഥലത്തിൽ 32 വെച്ച എഗ്രിമെൻറ്റ് 47-ന് ശേഷം സോവർണിറ്റി ആയല്ലോ. ഇന്ത്യൻ ഭരണഘടന വന്ന് സോവർണിറ്റി ആയി കഴിയുമ്പോൾ പ്രത്യേക റിപ്പബ്ലിക് ആയല്ലോ ഇന്ത്യ. അപ്പം പിന്നെ വേണമെങ്കിൽ 47-ലെ കരാർ 32-ലെ കരാർ പുതുക്കണമെന്നോ അല്ലെങ്കിൽ അത് പറ്റൂല എന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം, നിയമം വെച്ച് വാദിക്കാം. ഒരു കോടതിയിൽ കൊണ്ടൊരു കേസ് വേണമെങ്കിൽ എയർപോർട്ടുകാർ ഇട്ടാൽ ഇത് കറങ്ങും, വട്ടം കറങ്ങും ഇത്. കാരണം 32-ലല്ലേ കരാർ, 47-ൽ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയില്ലേ ഇന്ത്യക്ക്. അപ്പം ഇന്ത്യയിൽ ലയിച്ചല്ലോ. 50ഓടുകൂടി കേരളത്തിന് പിന്നെ പ്രത്യേക നിയമവും കരാറിനൊന്നും കാര്യമില്ല. ആപ്പാടെ നിൽക്കുന്നത് വട്ടക്കരാർ മാത്രമാണ്. നമ്മുടെ മുല്ലപ്പെരിയാർ കരാർ മാത്രമാണ് അതിനുശേഷം ഇപ്പോഴും തുടരുന്നത്. പിന്നെ ബ്രിട്ടീഷുകാർക്ക് മറ്റേ ടീ കമ്പനിക്ക് കൊടുത്തിട്ടുള്ള വയനാടും കാസർഗോഡും പിന്നെ ഇടുക്കിയിലുമൊക്കെ ടീ കമ്പനിക്ക് കൊടുത്ത കുറച്ച് സ്ഥലമൊന്നും ഒഴിച്ച് ബാക്കിയെല്ലാം കരാറും റദ്ദായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കരാർ വേണമെങ്കിൽ റദ്ദ് ചെയ്യുകയോ കോടതിയിൽ ചലഞ്ച് ചെയ്യുകയോ ചെയ്യാം. അങ്ങനെ ഒരു കരാറിന് സാങ്ക്ടിറ്റി ഇല്ല എന്ന് പറയും. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. 93 വർഷമായിട്ട് ഇത് വളരെ മനോഹരമായിട്ട് ഈ 4 മണിക്കൂർ അടച്ചിട്ടുകൊണ്ട് വിമാനത്താവളത്തിൻ്റെ അകത്ത് റൺവേയിൽ കൂടെ തന്നെ ഈ ഘോഷയാത്ര പോകുന്നൊരു കാഴ്ച വളരെ മനോഹരമായൊരു കാഴ്ചയാണത്. വളരെ രസകരവുമാണ്, കൗതുകമുണ്ട്. ഇപ്പോൾ BBC ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ടല്ലോ. റൺവേ കൂടെയാണ് പോകുന്നത്. അതൊരു കൗതുകം ഉണ്ട് അതിനകത്ത്. കാരണം ഇത്തരം കൗതുകങ്ങളിലൂടെയാണ് മനുഷ്യരുടെ സാംസ്കാരികമായ ഉയർച്ചയൊക്കെ വരുന്നത്. ഈ ഉത്സവങ്ങളൊക്കെ എന്തിനാണ് വെച്ചിരുന്നത്? പണ്ട് വിത്തിടുമ്പോൾ, വിത്ത് വിതയ്ക്കുമ്പോൾ, പിന്നെ കൊയ്യുമ്പോൾ, എന്ത് കാര്യം വന്നാലും ആഘോഷമാണ് നാട്ടിൽ എന്തെങ്കിലും ഉണ്ടായാൽ അവിടുത്തെ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കും. കൊലയുണ്ടായാൽ അതിനൊരു കൊല, അങ്ങനെ പച്ചക്കറിയെല്ലാം കൊണ്ട് കൊടുക്കും. അപ്പോൾ ഒരു മനുഷ്യൻ സമൂഹമായി ജീവിക്കുന്നതിൻ്റെ ചില അടയാളങ്ങളായിട്ടാണ് ഇതൊക്കെ. പക്ഷെ അത് നൂറ്റാണ്ടുകളായിട്ട്, അതുകൊണ്ടാണല്ലോ 10,000 വർഷമായിട്ട് സനാതനധർമ്മവും ഈ ക്ഷേത്രാചാരങ്ങളും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നതല്ലേ. പിന്നെ ഇതൊക്കെ പോണ്ടേ, നമ്മൾ മോഡേൺ വന്നപ്പോൾ ഇതെല്ലാം പോണ്ടേ. ചില നന്മകൾ നിലനിൽക്കുന്നത് ഇതിൻ്റെ അടയാളങ്ങളായിട്ടാണ്. ഇപ്പോൾ അത് സർവ്വദേശീയമായി തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനിപ്പോൾ ഇത് കൂടും, ഇതിൻ്റെ ഡിമാൻഡ് കൂടും. ആളുകളിത് മനസ്സിലാക്കി തുടങ്ങിയല്ലോ. ഇങ്ങനെയും ആചാരങ്ങളും അല്ലെങ്കിൽ അതൊരു അനുഷ്ഠാനം കേരളത്തിലുണ്ട്. 93 വർഷമായിട്ട് ഒരു തടസ്സമില്ലാതെ അത് പോവുകയാണ്. അല്ല, ഈ വിമാനത്താവളത്തിന് തന്നെ രാജകുടുംബവുമായിട്ടും ബന്ധമുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് ആവശ്യപ്പെട്ടതാണ്. ചിത്തിര തിരുനാളിൻ്റെ
പേര് അത് പക്ഷേ അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ. തിരുവനന്തപുരത്ത് ഈ ശ്രീത്ര ആപ്പാട് ഇട്ടിരിക്കുന്ന ഒന്ന് ശ്രീത്ര ഹോസ്പിറ്റലുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ശ്രീത്ര പൂർ ഹോം എന്ന് പറഞ്ഞൊരു കുട്ടികളുടെ പാവപ്പെട്ട കുട്ടികളെ ശ്രീത്ര പൂർ ഹോം. പൂർ ഹോം എന്ന പേരൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അത് ആനന്ദ ഭവനമൊന്നും കുട്ടികളുടെ പൂർ ഹോം എന്താണ്, എന്ത് പൂറാണ്, ആ പേര് തന്നെ ഒരു സുഖമുള്ള കാര്യമല്ല. അതൊഴിച്ച് ബാക്കി പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളത്തിന് ശരിക്കും ശ്രീ തിരുവനന്തപുരം രാജാവിൻ്റെ പേര് കൊടുക്കേണ്ട ഒരു അല്ല. മുൻകാലങ്ങളിൽ ഇതൊരു പല രാഷ്ട്രീയ കക്ഷികൾ ഇത് ആവശ്യപ്പെട്ടിരുന്നു, അങ്ങനെ ഒരു ചർച്ചയും വന്നതാണ്. പക്ഷേ എന്തുകൊണ്ടും അത് പോയില്ല. അവരുടെ സംഭാവനകൾ നമ്മൾ ഓർമ്മിക്കേണ്ടതല്ലേ. ഇപ്പോൾ പല അതേസമയം ആവശ്യമില്ലാത്ത വിവാദം ഉണ്ടാക്കാൻ നമുക്കറിയാൻ ചെയ്യാം. പാലക്കാട് ഇപ്പോൾ ഒരു പേരിൻ്റെ പേരിലാണ്, ഹെഡ്ഗേവാറിൻ്റെ പേരിൻ്റെ പേരിലാണല്ലോ അവിടെ കൊലവിളിയും ബഹളവും വേണ്ടാട്ടകാശവും നടക്കുന്നത്. അതേസമയം ഇതുപോലത്തെ ഈ നല്ല കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റിന് ചെയ്തിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, തിരുവനന്തപുരത്ത് വിമാനത്താവളമാവട്ടെ, തിരുവനന്തപുരത്തെ പ്രധാന സ്ഥാപനങ്ങളെല്ലാം ഒന്ന് രാജകുടുംബത്തിൻ്റെ കാലത്താണ് മെഡിക്കൽ കോളേജ് തുടങ്ങിയത്, എല്ലാ സ്ഥാപനങ്ങളും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പേരും ഇടേണ്ടതാണ്. കോളേജുകൾ എല്ലാം തിരുവനന്തപുരത്ത് പൈപ്പ് ലൈൻ സിസ്റ്റം വന്നത്, വെല്ലിംഗ്ടൺ വാട്ടർ വർക്ക്സ് വന്നത്, ശരിക്കും പറഞ്ഞാൽ പബ്ലിക് ലൈബ്രറി, RCC ഒഴിച്ച് റീജിയണൽ ക്യാൻസർ സെൻ്ററും രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻ്റർ പോലെ 1-2 സ്ഥാപനം ഒഴിച്ച് സമീപകാലത്ത് വന്നു. ബാക്കി എല്ലാം വന്ന് രാജാവിൻ്റെ കാലത്താണ്. രാജാവിൻ്റെ കാലത്താണ് തിരുവനന്തപുരത്ത് എല്ലാ വികസനവും വന്നിട്ടുള്ളത്. വലിയ റോഡുകൾ, ഈ എല്ലാ പാതയോരങ്ങളിങ്ങനെ വന്നത് എല്ലാം രാജാവിൻ്റെ കാലത്ത് വന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതവരെ രാജകുടുംബം എന്ന് പറഞ്ഞ് നമ്മൾ ഈഗോ വെച്ച് മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും പേരിടുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടതാണ്. അല്ലെ, ജനാധിപത്യത്തിലേക്ക് മാറിയെന്ന് പറഞ്ഞാലും ഇത് നമുക്കിതിന് ഒരു അടിത്തറയിട്ട് തന്നത് തീർച്ചയായിട്ടും രാജകുടുംബം തന്നെയാണ്. പിന്നെ മാത്രമല്ല, അവർക്ക് ഈ സ്വത്തൊക്കെ പത്മനാഭ ക്ഷേത്രത്തിൽ കൊണ്ട് വയ്ക്കാതെ എന്തെല്ലാം ചെയ്യാൻ പറ്റും. പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ കൊണ്ട് വിറ്റ് പാപ്പരസ് കാണിച്ച രാജാക്കന്മാരുണ്ടല്ലോ. അതെ, തിരുവിതാംകൂറല്ല, നമ്മുടെ കൊച്ചിയിലും കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഒരുപാട് രാജാക്കന്മാർ സ്വത്തെല്ലാം വിദേശ രാജ്യങ്ങൾ കൊണ്ട് വിൽക്കുകയും മക്കളെ പേരിലിടുകയും നിക്ഷേപിക്കുകയും വ്യാജ ബോണ്ടാക്കി മാറ്റുകയൊക്കെ ചെയ്ത ഒരുപാട് രാജാക്കന്മാരുണ്ട്. ആ സമയത്ത് ഇത് മുഴുവൻ സ്വത്തും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിലവറയിൽ കൊണ്ട് വയ്ക്കുകയും അവിടെ നിന്ന് ആവശ്യമുള്ള മാത്രം എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭരണരീതി എന്നൊക്കെ പറയുന്നത് അനുകരിക്കാവുന്നതല്ലേ. ഇത്തരത്തിൽ കൗതുകകരമായ നിരവധി കാര്യങ്ങളുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി ആറാട്ടും അതുമായി ബന്ധപ്പെട്ട കഥകൾ, ഇതുപോലത്തെ കാര്യങ്ങളും, പിന്നെ നിലവറയുടെ കഥകൾ ഒരുപാട് നല്ല. പക്ഷെ ഒരു പറ്റിപ്പോയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈതൃകത്തെക്കുറിച്ചോ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചോ ചരിത്രത്തെക്കുറിച്ചോ ഒന്നും പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമൊന്നും നമുക്കില്ല. നമ്മളിപ്പോഴും പഴയ ഇപ്പം പുസ്തകത്തിലൊക്കെ പഠിപ്പിക്കുന്നത് ഇതൊന്നും ആരും പഠിപ്പിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് കാന്തല്ലൂർ സർവകലാശാല ഉണ്ടായിരുന്നു. നളന്ദ സർവകലാശാല പോലെ തിരുവനന്തപുരത്ത് ആർക്കും പറയുന്നില്ല. കാന്തല്ലൂർ സർവകലാശാല തിരുവനന്തപുരത്തുണ്ടായിരുന്നേ, വലിയ ശാല. കാന്തല്ലൂർ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് ആരെങ്കിലും കാന്തല്ലൂർ ക്ഷേത്രം എന്ന് പറയുന്നുണ്ട്? വളരെ അപൂർവ ആളുകളെ പറയുന്നുള്ളൂ. കാന്തല്ലൂർ ക്ഷേത്രമുണ്ട്, കാന്തല്ലൂർ സർവകലാശാല ഉണ്ടായിരുന്നു. വിദേശത്തു നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് പഠിച്ചിരുന്നു, ചൈനക്കാർ വന്ന് പഠിച്ചിരുന്നു. വലിയ പൈതൃകമുള്ള നാടല്ലേ. പക്ഷേ നിർഭാഗ്യവശാൽ ആ പൈതൃകമൊന്നും ആരും പഠിക്കുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. ഇവിടെ എല്ലാം കുറച്ച് ഈ നായർ നമ്പൂതിരി ശൂദ്ര ബ്രാഹ്മണ തർക്കവും വഴക്കും അടിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. ഇതൊക്കെ വളരെ നല്ല കൗതുകമുള്ള ചരിത്ര വിദ്യാർത്ഥികൾ പഠനം നടത്തേണ്ടുന്ന, വളരെ രസകരമായി നമ്മുടെ രാജ്യത്തെ അടയാളപ്പെടുത്തുന്ന, നമ്മുടെ സംസ്ഥാനത്തെ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾ. ആറന്മുള കണ്ണാടി എടുത്ത് നോക്കൂ, നിങ്ങൾ ഓരോ സ്ഥലത്തും എടുത്ത്, ഓരോ പ്രദേശം എടുത്താലും കേരളത്തിൽ, പിന്നെ പാറശാല മുതൽ കാസർഗോഡ് വരെ എടുത്താൽ ഓരോ പ്രദേശത്തിനും വലിയ തനതായ ഒരു പാരമ്പര്യവും പൈതൃകമുള്ള നാടാണ്. കൈത്തറി മുതൽ ബാലരാമപുരം കൈത്തറി മുതൽ കാസർഗോഡ് വരെ നിങ്ങൾ എടുത്തോളൂ, വലിയ പൈതൃകമുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും അറിയുന്നില്ല ഇപ്പോൾ. പക്ഷേ ഇത് BBC ഒക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ കുറേ കൂടി ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്.